നിങ്ങൾ എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം? മലയാളം ആക്ട്രസ് കനി കുസൃതി ഒരു ഇന്റർവ്യൂവിനിടെ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവൂ. താൻ കടന്നുപോയ ഒരു മോശം അനുഭവം കനി അവിടെ പങ്കുവെക്കുകയും ചെയ്തു. 2020 ബിരിയാണി എന്ന സിനിമയ്ക്ക് കനിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. എന്നാൽ ആ സിനിമയ്ക്ക് പിന്നിൽ പലർക്കും അറിയാത്ത സങ്കടം നിറഞ്ഞ ഒരു കഥയുണ്ട്. കനി ഒട്ടും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു അത്. ആ സമയത്താണ് ബിരിയാണി സിനിമയുടെ ഡയറക്ടർ ഓഫറുമായി അവരുടെ അടുത്തെത്തുന്നത്. റെമ്യൂണറേഷൻ വെറും 70,000 രൂപയായിരുന്നു എങ്കിലും കനി ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി. കാരണം എന്താണോ? അന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 3,000 രൂപ മാത്രമാണ്. കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ടാണ് കനി തന്റെ ഈ മോശം അനുഭവം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നതാണ് കനി പറയുന്നു. കനിക്ക് ഉണ്ടായപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റാരും സഹായിക്കാനില്ലാത്തപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നുവെങ്കിലെന്ന് നിങ്ങൾ ആശിച്ചു പോയിട്ടുണ്ടോ? 3 മെയിൻ റീസൺസ് ദാറ്റ് ലീഡ് ടു എ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില സംഭവങ്ങളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൂസിങ് യുവർ ജോബ്. തീരെ അൺഎക്സ്പെക്റ്റഡ് ആയി നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നുവെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യാനുള്ള അത്രയും സേവിങ്സ് നിങ്ങൾക്കുണ്ടോ? 2020 കോവിഡിന്റെ ആദ്യ ലോക്ക്ഡൌൺ ഉണ്ടായപ്പോൾ 47% സ്ത്രീകൾക്ക് ജോലി നഷ്ടമായി. എന്നാൽ വെറും 7% പുരുഷന്മാർക്ക് ആ സമയത്ത് ജോലി നഷ്ടമായിട്ടുള്ളൂ. സെക്കൻഡ് വൺ, ഡെത്ത് ഓഫ് ആൻ ഏർണിംഗ് മെമ്പർ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഏർണിംഗ് മെമ്പർ പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാവുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അച്ഛനാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. 2019 കഫേ കോഫി ഡേയുടെ ഫൗണ്ടർ VG സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മാളവിക CEO ആയി സ്ഥാനം ഏറ്റെടുത്തു. പക്ഷെ സിദ്ധാർത്ഥ മരിക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ കടബാധ്യത എത്രയായിരുന്നെന്ന് അറിയാമോ? 7,000 കോടി രൂപ. തേർഡ് വൺ, മെഡിക്കൽ എമർജൻസീസ്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ കാരണം കൂറ്റൻ ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കാൻ കഴിയാതെ പണത്തിന് ബുദ്ധിമുട്ടിയ പലരെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിൽ ഉണ്ടായത് 11.35% വർധനയാണ്. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊരു പ്രശ്നമേ ആവില്ല. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നത് ചില റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ കേരളത്തിലെ കണ്ണൂരിൽ നിന്നുള്ള സുദീപ് എന്നൊരാളുടെ കഥയാണിത്. അദ്ദേഹം തന്റെ വീട്ടു ജോലിക്കാരെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിച്ചു. 1 ലക്ഷം രൂപയാണ് സുദീപ് അവരെ കൊണ്ട് ഷെയറുകളിൽ ഇടിയിപ്പിച്ചത്. എന്നാൽ അടുത്ത മാസം ആയപ്പോഴേക്കും ഈ 1 ലക്ഷം രൂപയുടെ മാർക്കറ്റ് വാല്യൂ എത്രയായെന്നോ? 1,28,000 രൂപ. അതായത് വെറും ഒരു മാസം കൊണ്ട് ഏകദേശം 30% റിട്ടേൺസ് ആണ് ആ വീട്ടു ജോലിക്കാർക്ക് കിട്ടിയത്. മുംബൈയിലുള്ള ഒരു വീട്ടമ്മയായ മുക്ത ദമാങ്കറുടെ കഥയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷമാണ് മുക്ത ഷെയർ ട്രേഡിംഗിലേക്ക് ഇറങ്ങിയത്. തുടക്കത്തിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാലത്ത് 2,000 അല്ലെങ്കിൽ 3,000 രൂപയാണ് അവർ പ്രോഫിറ്റ് ടാർഗറ്റായി സെറ്റ് ചെയ്തത്. എന്നാൽ മെല്ലെ മെല്ലെ അവരുടെ പ്രോഫിറ്റ്സ് കൂടി വന്നു. 2019 ആയപ്പോഴേക്കും മുക്ത താൻ ഉണ്ടാക്കിയ സേവിങ്സ് ഉപയോഗിച്ച് തന്റെ ഫാമിലിയെ ഒരു സൗത്ത് ആഫ്രിക്കൻ ട്രിപ്പിന് കൊണ്ടുപോയി. ഇന്നൊരു ഡീസന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് മുക്ത പറയുന്നു. ഹിന്ദി ആക്ട്രസ് ശില്പ ഷെട്ടി അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ അവർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2018 മാമ എർത്ത് എന്ന കമ്പനിയുടെ 16 ലക്ഷം ഷെയറുകൾ 6.7 കോടി രൂപയ്ക്ക് ശില്പ വാങ്ങി. എന്നാൽ 2023 അവർ ഈ ഷെയറുകൾ വിറ്റു. അന്ന് ശില്പയ്ക്ക് കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നെന്ന് ഗസ് ചെയ്യാമോ? 45.14 കോടി രൂപ. ചുരുക്കി പറഞ്ഞാൽ 674% പ്രോഫിറ്റ് ആണ് ശില്പയ്ക്ക് ഈ സെയിലിൽ നിന്നും കിട്ടിയത്. പ്യോർ ലക്ക് കൊണ്ടാണ് ഈ പറഞ്ഞ 3 സ്ത്രീകളും ഷെയർ മാർക്കറ്റിൽ നിന്ന് വമ്പൻ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഇനി ചില കണക്കുകൾ നോക്കാം. കൂടുതൽ മലയാളി സ്ത്രീകൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ ആംഫിയുടെ കണക്കുകൾ കാണിക്കുന്നത്. 2022 25.4% സ്ത്രീ നിക്ഷേപകരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 27.2% കൂടിയിരിക്കുന്നു. ഇതുകൂടാതെ പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരിൽ 4-ൽ ഒരാൾ സ്ത്രീ എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ട് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണമെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അവസാനമായി ഒരു കാര്യം കൂടി, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.